കണ്ണൂർ ജില്ലയിൽ 40 സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തി. പ്രിയദർശിനി സൗജന്യ യാത്രയും ഡീസൽ വിലവർധനയും പ്രതിസന്ധിയിലാക്കിയെന്നാണ് ഉടമകളുടെ പരാതി. പ്രതിഷേധം കടുപ്പിച്ച് സൂചനാ പണിമുടക്കിനൊരുങ്ങുകയാണ് ബസ് ഉടമകൾ. സ്വകാര്യ ബസ്സുകൾ സർക്കാർ വാടകയ്ക്ക് എടുക്കണമെന്നും ഡീസലിന് പകുതിയെങ്കിലും സബ്സിഡി നൽകണമെന്നുമാണ് ആവശ്യം. 2016-ൽ 2200 സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നിടത്ത് കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ 800 ബസ്സുകൾ മാത്രമാണുള്ളത്. പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ 8 രൂപ 40 പൈസയോളം ലിറ്ററിൻ്റെ ഡീസലിൻ്റെ വില കൂടി. അതോടുകൂടി തന്നെ ഈ സ്ത്രീ സൗജന്യ യാത്ര, ഇത് രണ്ടും കൂടി ഈ വ്യവസായം ആകെ പാടെ നശിപ്പിക്കുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ട്, ഒന്നിക്കിതിലെനിക്ക് നമുക്ക് ഡീസലിന് സബ്സിഡി നൽകുക. അതേപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ ബസ്സുകൾ ലാസ്റ്റിലൊന്നുമില്ല, നിങ്ങൾ അതിന് വാടക എടുത്തോ, നമ്മളെ ബസ്സുകൾ വാടക ഇങ്ങ് തരാം, ആ ബസ്സുകൾ എടുത്തു എന്നാൽ പിന്നെ നിങ്ങൾ സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം കയറ്റിയിട്ട് പോകാനോ. അതിനും ഗവൺമെൻറ് തയ്യാറാകുന്നില്ല. ഇപ്പോൾ 20-ാം തീയതി മുതൽ സെക്രട്ടേറിയറ്റ് നടയിൽ റിലേ സത്യാഗ്രഹം, അതിനുശേഷം ഒരു ടോക്കൺ ഷെയ്ക്കും, അതോടുകൂടി തന്നെ അനിശ്ചിതകാലത്തേക്ക് ബസ് നിർത്തിവെക്കാൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചത്. കണ്ണൂരിൽ നിന്ന് അർജുൻ കല്യാട് ചേരുന്നു. അർജുൻ, അവരെ സംബന്ധിച്ച് പെട്ടു. ഇനി കട്ടപ്പുറത്ത് കയറുക എന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല. റോഷി, തീർച്ചയായിട്ടും അവർ പറയുന്നതിൽ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. കാരണം 2016-ൽ കണ്ണൂർ ജില്ലയിൽ 2200-ലധികം സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നു. അത് പല റൂട്ടുകളിലേക്ക് നടത്തിയിരുന്നു. പക്ഷേ പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് ഈ വ്യവസായം പൂർണ്ണമായും തകർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ 10 വർഷത്തിന് ശേഷം 2026-ൽ ഇപ്പോൾ സർവീസ് നടത്തുന്ന ബസ്സുകളുടെ എണ്ണം കണക്കാക്കി കഴിഞ്ഞാൽ അത് 800 അല്ലെങ്കിൽ 800 കുറച്ചധികം, അല്ലെങ്കിൽ ഒരു 850-ലൊക്കെ താഴെ മാത്രമേ ബസ്സുകൾ നിലവിൽ സർവീസ് നടത്തുന്നുള്ളൂ എന്നുള്ളതാണ് അവർ പറയുന്നത്. അതിൽ തന്നെ 40 ബസ്സുകൾ ഈ കഴിഞ്ഞ ജൂൺ മാസം 30-ാം തീയതിയോടുകൂടി അവരുടെ നികുതി ഇളവ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ കാലാവധി കഴിയുകയാണ്. അതോടുകൂടി തന്നെ ജിയോ ഫോം RTOയിൽ സബ്മിറ്റ് ചെയ്ത് സർവീസ് പൂർണ്ണമായും നിർത്തിയിരിക്കുകയാണ്. പ്രധാനമായും അവർ പറയുന്ന കാരണം ഈ സ്ത്രീ സൗജന്യ യാത്രയും അതുപോലെ തന്നെ ഡീസലിൽ അടിക്കടി ഉണ്ടാകുന്ന വർധനയുമൊക്കെയാണ് ഈ വ്യവസായത്തെ പൂർണ്ണമായും തകർക്കുന്നത്. ഇതിനു മുൻപിൽ ഈ വ്യവസായികളായിട്ടുള്ള ഇതിൻ്റെ ഉടമകൾ സർക്കാരിന് മുമ്പിൽ വെച്ചിരിക്കുന്ന നിർദ്ദേശമെന്ന് പറയുന്നത് ഒന്നുകിൽ ഡീസലിന് ഒരു 50% സബ്സിഡിയായി ഈ വ്യവസായത്തിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഉടമകൾക്ക് നൽകുക, അല്ലെങ്കിൽ ഈ ബസ് വാടകയ്ക്ക് സർക്കാർ എടുക്കുക. KSRTCക്ക് പുതിയ ബസ് വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പണച്ചിലവുണ്ടാവില്ല. ഒരു മാസ വാടക നിശ്ചയിച്ചുകൊണ്ട് ആ വാടകയ്ക്ക് ഈ ബസ് സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഉടമകളെ സംബന്ധിച്ച് പ്രശ്നങ്ങളില്ല. അതുപോലെ തന്നെ ഇതിലെ ജീവനക്കാരെയും അതായത് തൊഴിൽ മേഖലയെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളും സർക്കാർ നടത്താൻ വേണ്ടി കഴിയും. കൂടുതൽ യാത്രക്കാർക്ക് സൗജന്യം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി കഴിയും. കണ്ണൂർ ജില്ലയിൽ മാത്രം പരിശോധിക്കുകയാണെങ്കിൽ KSRTC ബസ് കൂടുതൽ സർവീസ് നടത്തുന്ന റൂട്ടുകൾ എന്ന് പറയുന്നത് കണ്ണൂർ ഇരിട്ടി റൂട്ടുകൾ, അതുപോലെ തന്നെ കണ്ണൂർ പയ്യന്നൂർ റൂട്ടുകൾ, കണ്ണൂരിൽ നിന്നും തളിപ്പറമ്പ് റൂട്ട്, അതുപോലെ തന്നെ തളിപ്പറമ്പിൽ നിന്നും കുടിയാമല തുടങ്ങിയിട്ടുള്ള മലയോര മേഖലകളിലേക്ക്, ശ്രീകണ്ഠാപുരം തുടങ്ങിയിട്ടുള്ള മേഖലകളിലേക്കൊക്കെയാണ് പ്രധാനമായും KSRTC ബസ്സുകൾ അല്ലെങ്കിൽ കുറച്ചധികം സർവീസുകളുള്ളത്. ആ മേഖലയിലെ സ്വകാര്യ ബസ് സർവീസുകളെ വലിയ രീതിയിൽ ഇത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്, അത് ബാധിച്ചിട്ടുണ്ട് എന്നാണ് ഈ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ പറയുന്നത്. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ജൂലൈ മാസം അവസാനത്തോടുകൂടി ഒരുപക്ഷെ 100-200 അധികം ബസ്സുകൾ സർവീസ് നിർത്തേണ്ടുന്ന സാഹചര്യത്തിലാണ്. സാധാരണ രീതിയിൽ ഒരു ബസ് ഒരു ദിവസം ഓടിക്കഴിഞ്ഞാൽ ഉടമകൾക്ക് ഒരു ശരാശരി ഒരു 1000 രൂപയും 1500-2000 രൂപയൊക്കെ സാധാരണ രീതിയിൽ ബാക്കി ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ 1000 രൂപയൊക്കെ ആ രീതിയിലൊക്കെ ബാക്കി ഉണ്ടാവാറുണ്ട് എല്ലാ ചിലവുകളും കഴിച്ചതിന് ശേഷം. പക്ഷേ ഇപ്പോൾ 28 രൂപയൊക്കെ ഓരോ സർവീസുകൾ നടത്തി ബാക്കിയാവുന്ന അവസ്ഥയിലൊക്കെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഡീസൽ വിലവർദ്ധനേക്കാൾ ഈ KSRTC സ്ത്രീ സൗജന്യ യാത്ര വലിയ രീതിയിൽ ഈ യാത്രകളൊക്കെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ പറയുന്നത്. എന്തായാലും വലിയ പ്രതിസന്ധിയിലേക്ക് സ്വകാര്യ ബസ് സർവീസുകൾ ബാധിച്ചിരിക്കുന്നു. അതിൻ്റെ ഉടമകളെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. ബസ് സർവീസുകൾ നിർത്തുന്നതോടുകൂടി തന്നെ ആ മേഖലയിൽ ജോലി ചെയ്യുന്ന നിരവധിയായിട്ടുള്ള തൊഴിലാളികളുടെ ജീവൽ പ്രശ്നങ്ങൾ, അവർക്ക് തൊഴിൽ നഷ്ടമാവുന്ന സാഹചര്യം കൂടി ഉണ്ടാവും എന്നുള്ളതാണ് ഒരു ദീർഘദൂരം അല്ലെങ്കിൽ ഒരു ദീർഘവീക്ഷണത്തോടു കൂടി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന കാര്യം. റോഷ്നി.